പ്രീതികർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ അതേപടി നിങ്ങൾക്കായിട്ട് കൊണ്ടുവരികയാണ്. കാരണം പി എസ് സിയുടെ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളും കൂടെ നമ്മൾ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ആരംഭിച്ചാലോ? ആദ്യ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യെസ്. ജെയിംസ് രണ്ടാമൻ സ്ഥാനമൊഴിയുന്നതിനും അദ്ദേഹത്തിന്റെ മകൾ മേരി സെക്കൻഡിന്റെയും അവളുടെ ഭർത്താവ് വില്യം മൂന്നാമന്റെയും സ്ഥാനാരോഹണത്തിനും കലാശിച്ച ചരിത്ര സംഭവം ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ ബി ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം, റഷ്യൻ വിപ്ലവം, മഹത്തായ വിപ്ലവം. എന്താണ് നിങ്ങളുടെ ഉത്തരമെന്ന് പറയുക? നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം എന്നൊക്കെ തോന്നും. ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്നത് ലോങ് പാർലമെന്റ് ഉണ്ടായിരുന്ന സമയത്താണ്. 1640 1660 ഇടയിൽ അല്ലെ. അപ്പോൾ ഇവിടെ മറ്റൊരു ആൻസറായിട്ട് ഓപ്ഷൻ ഡി ഉണ്ടല്ലേ, മഹത്തായ വിപ്ലവം, ദ ഗ്ലോറിയസ് റെവല്യൂഷൻ. മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത്, രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ കൊട്ടാരം വിപ്ലവം തന്നെയാണ്. അപ്പൊ ഓർമ്മിക്കുക, ജെയിംസ് രണ്ടാമനെ എന്തുകൊണ്ട് സ്ഥാനഭ്രഷ്ടനാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഒരു ഉത്തരമുണ്ട്. എന്താണ്? എലിസബത്തിന്റെ കാലഘട്ടത്ത് ആംഗ്ലിക്കൻ സഭയിലുള്ളവർക്ക് മാത്രമേ ഇംഗ്ലണ്ടില് രാജാധികാരം അനുവദിക്കൂ എന്ന് പ്രഖ്യാപിച്ചു അല്ലെ. തുടർന്ന് നമ്മുടെ എലിസബത്തിന് ശേഷം അധികാരത്തിൽ വരുന്നു? ജെയിംസ് ഒന്നാമൻ അധികാരത്തിൽ വരുന്നു അല്ലെ. ജെയിംസ് ഒന്നാമന് ശേഷം ചാൾസ് രണ്ടാമന് വരുന്നു. ചാൾസ് രണ്ടാമന് ശേഷമാണ് ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ജെയിംസ് രണ്ടാമൻ എന്ന് പറയുന്ന ചാൾസ് രണ്ടാമന്റെ മകനാണ് അല്ലെ. സ്റ്റുവർട്ട് രാജവംശത്തിലെ കത്തോലിക്കനായ ഭരണാധികാരി. അതുകൊണ്ട് തന്നെ പാർലമെന്റ് എന്ന് പറയുന്നത് ഭൂരിപക്ഷം ആംഗ്ലിക്കൻ സഭാംഗങ്ങളാണ്. പാർലമെന്റോ ഇംഗ്ലണ്ടിലെ ഭൂരിപക്ഷം വരുന്ന ആംഗ്ലിക്കൻ മതത്തിൽ വിശ്വസിച്ചിരുന്ന ജനതയോ ആരെ അംഗീകരിക്കാൻ തയ്യാറായില്ല? ജെയിംസ് രണ്ടാമനെ അംഗീകരിക്കാൻ തയ്യാറായില്ല അല്ലെ. അപ്പൊ സ്റ്റുവർട്ട് രാജവംശത്തിലെ കത്തോലിക്ക ഭരണാധികാരിയായ ജെയിംസ് രണ്ടാമനെ ജനങ്ങളോ പാർലമെന്റോ അംഗീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ 1688 ആര് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുന്നു? ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമനെ പുറത്താക്കിക്കൊണ്ട് അധികാരത്തിൽ വരുന്നു? രക്തച്ചൊരിച്ചിലില്ലാതെ എന്ത് ചെയ്തു? ആരൊക്കെ അധികാരം ഏറ്റെടുത്തു? ഹോളണ്ടിലെ വില്യം മൂന്നാമനും അദ്ദേഹത്തിന്റെ ഭാര്യ ജെയിംസ് രണ്ടാമന്റെ പുത്രിയായ മേരി സെക്കൻഡും അധികാരം ഏറ്റെടുക്കാം. വില്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ജെയിംസ് രണ്ടാമന്റെ എന്താണ്, മകളുടെ ഭർത്താവാണ്. അപ്പോൾ വില്യം എന്ന് പറയുന്ന വില്യം മൂന്നാമനും മേരി സെക്കൻഡും ചേർന്ന് അധികാരം ഏറ്റെടുത്തു. അതോടുകൂടി എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിൽ പൂർണ്ണമായ അധികാരം ആർക്ക് വിട്ടു നൽകുന്നു? പാർലമെന്റിന്. പാർലമെന്റിന് പൂർണ്ണമായ അധികാരം വിട്ടു നൽകുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കുന്നത് വില്യം മൂന്നാമൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസിയായ ജെയിംസ് രണ്ടാമന്റെ പുത്രിയായ മേരിയും ഭർത്താവ് ഹോളണ്ടിലെ വില്യം മൂന്നാമനും ചേർന്ന് അധികാരം സ്ഥാപിച്ചു. പക്ഷെ അധികാരം പൂർണ്ണമായിട്ട് ആർക്കാണ്? പാർലമെന്റിന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മഹത്തായ വിപ്ലവമാണ്. അതോട് ഓർമ്മിക്കുക, ജെയിംസ് രണ്ടാമൻ ആരായിരുന്നു? കത്തോലിക്ക മതവിശ്വാസിയായിരുന്നു. അതുകൊണ്ടാണ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുക. ജെയിംസ് രണ്ടാമന്റെ മകളാണ് മേരി സെക്കൻഡ്. പിന്നെ വില്യം മൂന്നാമൻ എന്ന് പറയുന്ന മേരിയുടെ ഭർത്താവ്, വില്യം മൂന്നാമൻ എന്ന് പറയുന്ന ഹോളണ്ടിലെ ഭരണാധികാരിയാണ്. സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ജെയിംസ് രണ്ടാമൻ എവിടേക്ക് പലായനം ചെയ്തു എന്ന കാര്യം കൂടെ ഓർത്തു വെക്കണം. എങ്ങോട്ട് പലായനം ചെയ്തു? ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. ഇങ്ങോട്ടാ? ഫ്രാൻസിലേക്കാണ് ജെയിംസ് രണ്ടാമൻ പലായനം ചെയ്തത്. അതുകൂടെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഓപ്ഷൻ നോക്കാം. റഷ്യൻ വിപ്ലവം, രക്തരഹിത വിപ്ലവം, ചൈനീസ് വിപ്ലവം, പിന്നെ ഫ്രഞ്ച് വിപ്ലവം. എന്താണ് ആൻസർ? ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ്. സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്, ആശയപ്രചരണമാണ് എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. ശരിയാണേ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ചിന്തകരായിരുന്നു ഫ്രഞ്ച് ജനതയെ പ്രേരിപ്പിച്ചത് അല്ലെ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവെന്ന് കണക്കാക്കുന്നത് ആരെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ്? ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? വോൾട്ടയർ അല്ലെ. ഫ്രഞ്ച്
ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയും. അല്ലെ, ഇത് രണ്ടും മറന്നു പോകില്ല, റൂസോയും. ഓക്കെ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവായ വോൾട്ടയറുടെ പ്രശസ്തമായ കൃതിയാണ് ഫിലോസഫിക്കൽ ലെറ്റേഴ്സ്. അദ്ദേഹം കത്തുകളിലൂടെയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചത്, തത്വചിന്ത, രാഷ്ട്രീയ മീമാംസ പ്രചരിപ്പിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി ഏതാണ്? ഫിലോസഫിക്കൽ ലെറ്റേഴ്സ് എന്ന കാര്യം ഓർമ്മിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി റൂസോയുടെ ഏറ്റവും പ്രശസ്തമായ കൃതി എന്ന് പറയുന്നത് കുംഭസാരങ്ങൾ. അത് ഓർത്ത് വെക്കുക കേട്ടോ. കൺഫെഷൻ, ഇംഗ്ലീഷ് പറയുന്ന കൺഫെഷൻ, മലയാളവൽക്കരിച്ചു കഴിഞ്ഞാൽ കുംഭസാരം. റൂസോയുടെ പ്രശസ്തമായ കൃതിയാണെന്ന് കുംഭസാരം എന്ന് പറയുക, മറക്കില്ലല്ലോ. യെസ്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായതും അദ്ദേഹത്തിന്റെ ആത്മകഥ കൂടെയാണ് കുംഭസാരം എന്ന് പറയുക. മറ്റു കൃതികൾ നിങ്ങൾക്ക് അറിയാം, എന്താണ്? എമിലി, അല്ലെ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വോൾട്ടയറിന്റെ പ്രശസ്തമായ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫിലോസഫിക്കൽ ലെറ്റേഴ്സ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്ന് കണക്കാക്കുന്ന വോൾട്ടയറിന്റെ പ്രശസ്തമായ കൃതി ഫിലോസഫിക്കൽ ലെറ്റേഴ്സ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനായ റൂസോയുടെ ആത്മകഥാ പരാമർശമുള്ള പ്രശസ്തമായ പുസ്തകം കുംഭസാരം. ഇത് കൂടാതെ റൂസോയ്ക്ക് മറ്റു ചില പുസ്തകങ്ങളുണ്ട്. എന്താണ്? യെസ്, എമിലി, വിദ്യാഭ്യാസത്തെ കുറിച്ച് പരാമർശമുള്ള എമിലി എന്ന പുസ്തകം, അല്ലെ? പിന്നെ സോഷ്യൽ കോൺട്രാക്ട്. ഈ സോഷ്യൽ കോൺട്രാക്ട് ആണ് യഥാർത്ഥത്തില് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുക. സോഷ്യൽ കോൺട്രാക്ട് എന്തറിയപ്പെടുന്നു? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നു. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഈ സോഷ്യൽ കോൺട്രാക്ട് എന്ന റൂസോയുടെ ഗ്രന്ഥം തന്നെയാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക? സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അമേരിക്കൻ വിപ്ലവം, ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ സി റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ ഒന്നുമല്ല. ആൻസർ എന്താണ്? റഷ്യൻ വിപ്ലവം. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അതായത് സോഷ്യലിസ്റ്റ് രീതിയിൽ ഗവൺമെന്റിനാണ് അവിടെ അധികാരം, ജനങ്ങളുടെ ഹിതമല്ല. രാഷ്ട്രത്തിന് നല്ലതെന്താണ് എന്നത് ആര് തീരുമാനിക്കും? ഗവൺമെന്റ് തീരുമാനിക്കും. ആ ഗവൺമെന്റ് ആണ് ഉത്തരവാദിത്വത്തോട് എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും ഭരണത്തിൽ കൊണ്ടുവരേണ്ടതും. അതുകൊണ്ടാണ് സ്വേച്ഛാധിപത്യം എന്ന വാക്ക് ഉപയോഗിക്കുക. സ്വേച്ഛാധിപത്യത്തിന് 2-3 തലങ്ങളുണ്ട്. മുതലാളിത്തത്തിന്റെ സ്വേച്ഛാധിപത്യമുണ്ട്. ഓക്കെ, അതല്ല ഇവിടെ റഷ്യൻ വിപ്ലവത്തിൽ ഉദ്ദേശിക്കുന്നത്. മറിച്ച് രാഷ്ട്രത്തിനാണ് എപ്പോഴും അധികാരം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിനാണ് എപ്പോഴും അധികാരം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ രാഷ്ട്രത്തിന് ഉചിതമെന്ന് തോന്നുന്നത് അപ്പോഴത്തെ ഭരണാധികാരികൾ തീരുമാനിക്കും. ആ ഭരണാധികാരികളുടെ തീരുമാനങ്ങൾ നിയമമായി മാറിയാൽ അത് അനുസരിക്കേണ്ടി വരും. അല്ലാതെ ജനഹിതമനുസരിച്ചല്ല ഭരണം എന്നതാണ് റഷ്യൻ വിപ്ലവത്തിന്റെ അടിസ്ഥാനമായ ലക്ഷ്യമെന്ന് പറയുന്നത്. മനസ്സിലായോ? എങ്കിലും രാഷ്ട്രം ജനങ്ങൾക്ക് ഉചിതമായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറയുക. വില നിശ്ചയിക്കുന്ന രാഷ്ട്രമാണ്. ഒരു രാജ്യത്ത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, ജനങ്ങൾ എന്ത് ഉപയോഗിക്കണം, എന്ത് കീഴ്വഴക്കങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, എന്ത് സംസ്കാരമാണ് ഫോളോ ചെയ്യേണ്ടത്, ഇതൊക്കെ രാഷ്ട്രം തീരുമാനിക്കും എന്ന കാഴ്ചപ്പാടാണ്. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? ബിൽ ഓഫ് റൈറ്റ്സ്, അവകാശ പത്രിക. ഇത് നമ്മളൊന്ന് തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1688 ജെയിംസ് രണ്ടാമനെ പുറത്താക്കിക്കൊണ്ട് രക്തച്ചൊരിച്ചിലില്ലാതെ അധികാരം ആര് ഏറ്റെടുത്തു? യെസ്, പാർലമെന്റ് ഏറ്റെടുത്തു. ജെയിംസ് രണ്ടാമൻ എങ്ങോട്ട് പലായനം ചെയ്തു? ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ജെയിംസ് രണ്ടാമനെ പുറത്താക്കിയത്? അദ്ദേഹം കത്തോലിക്ക വിശ്വാസിയായ രാജാവായിരുന്നു. എലിസബത്ത് ഒന്നിന്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപിതമായിരുന്നു, എന്താണ്? ആംഗ്ലിക്കൻ സഭാംഗങ്ങൾക്ക് മാത്രമേ രാജാധികാരം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ജെയിംസ് രണ്ടാമന്റെ മകള് പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസിയായ ജെയിംസ് രണ്ടാമന്റെ പുത്രി മേരിയും ഭർത്താവ് ഹോളണ്ടിലെ വില്യം തേർഡും ചേർന്ന് അധികാരം സ്ഥാപിക്കുകയാണ്, അല്ലെ? അധികാരം സ്ഥാപിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അധികാരം പൂർണ്ണമായിട്ട് പാർലമെന്റിന് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു. പാർലമെന്റിന് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാൻ കാരണമായ നിയമമായിരുന്നു ബിൽ ഓഫ് റൈറ്റ്സ്.
അല്ലെ? അവകാശ പത്രിക. ഈ അവകാശ പത്രികയിൽ ഒപ്പുവെക്കുന്നത് ആരായിരുന്നു? യെസ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആൻസർ എന്തായിരിക്കും ഇവിടെ? വില്യം തേർഡ് തന്നെയായിരിക്കും. ശരിയല്ലേ? ചാൾസ് ഒന്നാമനല്ല. ചാൾസ് ഒന്നാമൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 1629 ഭരണാധികാരിയാണ്. അല്ലെ? ജോർജ് അഞ്ചാമനല്ല. ജോർജ് അഞ്ചാമൻ 1911 ബംഗാൾ വിഭജനത്തിന് ആ കാലഘട്ടത്തെ ഭരണാധികാരിയായിരുന്നു. എഡ്വേർഡ് ഏഴാമൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മതനവീകരണം തുടക്കം കുറിക്കുന്നതിന് മുമ്പാണ്. കാരണം ഇംഗ്ലണ്ടില് മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് ആരാന്ന് ചോദിച്ചാൽ, മത നവീകരണത്തിന് ഇംഗ്ലണ്ടിൽ തുടക്കം കുറിച്ചത് ഹെൻറി എട്ടാമനായിരുന്നു. ഹെൻറി എട്ടാമൻ. അതിനു മുമ്പായിരുന്നു എഡ്വേർഡ് വരിക. ഹെൻറി എട്ടാമൻ. അപ്പൊ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുക, മതനവീകരണത്തിന് ഇംഗ്ലണ്ടിൽ തുടക്കം കുറിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഹെൻറി എട്ടാമനാണ്. ആംഗ്ലിക്കൻ സഭാംഗങ്ങൾക്ക് മാത്രം രാജാധികാരം എന്ന് പ്രഖ്യാപിച്ചത് എലിസബത്ത് ഒന്നാണ്. രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ ആരെയാണ് സ്ഥാനഭ്രഷ്ടനാക്കുക? ജെയിംസ് രണ്ടാമനെയാണ്. തുടർന്ന് അധികാരത്തിൽ വരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം തേർഡുമാണ്. അദ്ദേഹമാണ് എന്ത് ഒപ്പുവെക്കുക? യെസ്, അവകാശ പത്രിക, ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുക 1689. ഓക്കെ, 1689 ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെക്കുക എന്നതും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ അല്ലേ? യെസ്, മറക്കില്ലല്ലോ. ഈ ബിൽ ഓഫ് റൈറ്റ്സിലൂടെ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യം അവസാനിച്ചു. പൂർണ്ണമായും അധികാരം ആർക്ക് കിട്ടി? പാർലമെന്റിന് കിട്ടി. ഫ്യൂഡലിസത്തെ പൂർണ്ണമായും തുടച്ചു നീക്കിയതും ഈ ബിൽ ഓഫ് റൈറ്റ്സിലൂടെയാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ, രാജാവിന് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ അനുമതി വാങ്ങണം? പാർലമെന്റിന്റെ അനുമതി വാങ്ങണമായിരുന്നു. അങ്ങനെ രാജാവിന്റെ ഏകാധിപത്യം അവസാനിച്ചു, ഫ്യൂഡലിസവും അവസാനിക്കുകയാണ്. ഇന്ന് 1689 ബിൽ ഓഫ് റൈറ്റ്സിലൂടെ അതിൽ ഒപ്പുവെച്ചത് വില്യം തേർഡുമാണ്. മറക്കില്ലല്ലോ. ആരാണ് നിയമങ്ങളുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത്? മോണ്ടസ്ക്യൂ, വോൾട്ടയർ, റൂസോ, തോമസ് പെയിൻ. ആരാണ് എഴുതുക? യെസ്, നിങ്ങൾക്കറിയാം അല്ലെ? ആരാണ് എഴുതുക? മോണ്ടസ്ക്യൂ. അപ്പോ നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ്? മോണ്ടസ്ക്യൂ. PSC ചോദിച്ചപ്പോൾ നിയമങ്ങളുടെ ആത്മാവ് എന്ന് ഒരിക്കൽ ചോദിച്ചു. മറ്റൊരിക്കല് ഇങ്ങനെ ചോദിച്ചിരുന്നു. SCERT ഫാക്ട്, SCERT പുസ്തകത്തില് നിയമങ്ങളുടെ ആത്മാവ് എന്നല്ല മലയാളം നൽകിയിരിക്കുന്നത്, നിയമങ്ങളുടെ അന്തസത്ത എന്നാണ് കേട്ടോ. എന്താണ് നൽകിയിരിക്കുന്നത്? നിയമങ്ങളുടെ അന്തസത്ത. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. നിയമങ്ങളുടെ ആത്മാവ് അഥവാ നിയമങ്ങളുടെ അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് ലോസ്, അതായത് ഉള്ളടക്കം എന്നർത്ഥം. ആധികാരികമായ എന്താണ്? കണ്ടന്റ് എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ നിയമങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തസത്ത എന്ന പുസ്തകം എഴുതിയത് ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. ഈ മോണ്ടസ്ക്യൂവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ പ്രധാനമായി ഓർമ്മിക്കുക. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് അല്ലെ? റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. ആ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസില് റിപ്പബ്ലിക്കിനെ പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് ആരാ? മോണ്ടസ്ക്യൂ എന്ന് പറയുക. ഈ മോണ്ടസ്ക്യൂ പറഞ്ഞ മറ്റൊരു ഏറ്റവും പ്രശസ്തമായ ഒരു കാര്യം കൂടെയുണ്ട്. ഗവൺമെന്റിനെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ മൂന്നായി വേർതിരിക്കണമെന്നും ഇത് മൂന്നും സ്വതന്ത്രമായി അവരുടെ കടമ നിർവഹിക്കണമെന്നും പറഞ്ഞു. ആ ഒരു ആശയം ഇന്ത്യ കടംകൊണ്ടിട്ടുണ്ട് കേട്ടോ. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയം അമേരിക്കയിൽ നിന്ന് കടംകൊണ്ടിട്ടുള്ളത്. പക്ഷെ ലോകത്ത് ആദ്യമായി ഫ്രാൻസിലാണ് മോണ്ടസ്ക്യൂ ഇക്കാര്യം പറയുക. അപ്പോ ഗവൺമെന്റിനെ മൂന്നായി വേർതിരിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ? നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ വേർതിരിക്കണമെന്ന് ആദ്യമായി വാദിച്ചതും ആര് തന്നെ? മോണ്ടസ്ക്യൂ തന്നെ. അപ്പൊ മോണ്ടസ്ക്യൂവിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഇവിടെ നിയമങ്ങളുടെ ആത്മാവ് അഥവാ നിയമങ്ങളുടെ അന്തസത്ത എന്ന പുസ്തകം എഴുതിയത് പഠിച്ചു. കൂടാതെ രണ്ട് കാര്യങ്ങൾ അഡീഷണൽ പഠിച്ചു. എന്തൊക്കെ? റിപ്പബ്ലിക്, ജനാധിപത്യം എന്നിവയെ പ്രോത്സാഹിപ്പിച്ച ഫ്രാൻസ് തത്വചിന്തകൻ മോണ്ടസ്ക്യൂ. രണ്ട്, ഗവൺമെന്റിനെ കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, പിന്നെ നീതിന്യായ വ്യവസ്ഥിതി എന്നിങ്ങനെ വേർതിരിക്കണമെന്ന് ആദ്യമായി വാദിച്ചതും ആര് തന്നെ? മോണ്ടസ്ക്യൂ തന്നെ. സെറ്റാണേ.
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുമ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കച്ചവടം നടത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഗവൺമെന്റ് രൂപീകരിച്ച ഒരു സ്വകാര്യ കച്ചവട സ്ഥാപനമായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്ത് മാതൃകയില? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാതൃകയിൽ, അല്ലെ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാതൃകയിൽ 1664 എന്ത് രൂപീകരിക്കുക? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുക, അല്ലെ? ആരാണ്? ഓപ്ഷൻ എ ലൂയി 8 ഓപ്ഷൻ ബി ലൂയി 16, ഓപ്ഷൻ സി ലൂയി 11, ഓപ്ഷൻ ഡി ലൂയി 14. എന്താണ് ആൻസർ ആയിട്ട് വരിക? യെസ്, ലൂയി 14. ലൂയി 14 കുറിച്ച് അത്രയും ആധികാരികമായി പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കച്ചവടത്തിന് വേണ്ടിയിട്ട്. ഈ കച്ചവടം ലാഭത്തിന് വേണ്ടിയാണോ നഷ്ടത്തിന് വേണ്ടിയാണോ? തീർച്ചയായിട്ടും ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഫ്രാൻസിനെ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തിക്കുവാനായിട്ട് കൃത്യമായി പരിശ്രമിച്ച ഒരു ഭരണാധികാരിയാണ് ലൂയി 14 എന്ന് പറയുക, അല്ലെ? അപ്പൊ മറക്കരുത്, ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത്, ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ പുരുഷൻ, അതായത് രാജാവ് എന്ന് പറയുന്നത് ലൂയി 14 തന്നെ. ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വനിതാ ഭരണാധികാരി എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ എലിസബത്ത് സെക്കൻഡിനെ പറയും. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ലൂയി 14 ഏറ്റവും മഹാനായ ഫ്രഞ്ച് ചക്രവർത്തി എന്ന് കണക്കാക്കുന്നത് ആരെ തന്നെ? ലൂയി 14 തന്നെ. ഇങ്ങനെ ഏറ്റവും മഹാനായ ഫ്രഞ്ച് ചക്രവർത്തി എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? യെസ്, ലൂയി 14 തന്നെ. യൂറോപ്പിലെ ഗ്രാൻഡ് മൊണാർക്ക് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. ഏറ്റവും മഹാനായ ഫ്രഞ്ച് ചക്രവർത്തി, ദ ഗ്രാൻഡ് മൊണാർക്ക് ഓഫ് യൂറോപ്പ്. ഇദ്ദേഹമാണ് ഫ്രാൻസില് അക്കാഡമി ഓഫ് സയൻസ് സ്ഥാപിക്കുക. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അവര് മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കൂ, ചിന്തയിലൂടെ പ്രവർത്തിക്കൂ എന്ന് വ്യക്തമാക്കിയ ഒരു വ്യക്തിത്വം. അപ്പോൾ ഓർമ്മിക്കുക, ഫ്രാൻസിന്റെ ഭരണ തലസ്ഥാനമായ വേഴ്സായി കൊട്ടാരം പണികഴിപ്പിക്കുന്നത് ആരിനെ? ലൂയി 14 തന്നെ. ഈ വേഴ്സായി കൊട്ടാരത്തിൽ വെച്ചാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഉടമ്പടി ഒപ്പുവെക്കുക. അതുകൊണ്ട് അതെന്ത് പേരിൽ അറിയപ്പെടും? വേഴ്സായി ഉടമ്പടി എന്നറിയപ്പെടും, അല്ലെ? അപ്പൊ ഫ്രാൻസിൽ അക്കാഡമി ഓഫ് സയൻസ് സ്ഥാപിച്ചതും ഫ്രാൻസിന്റെ ഭരണ തലസ്ഥാനമായ വേഴ്സായി കൊട്ടാരം പണികഴിപ്പിച്ചതും ആര് തന്നെയാണ്? ലൂയി 16 തന്നെയാണ്. മറക്കില്ലല്ലോ. അപ്പോ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് 1664 ആ സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 14 എന്ന കാര്യം മറക്കരുത്. ഇനി ലൂയി 14 പ്രശസ്തമായ വാക്യമാണ് ഐ എം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം. ഞാനാണ് രാഷ്ട്രം. രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞതും ലൂയി 14 തന്നെ. ഓക്കെ, അപ്പോ മറക്കരുത്, ഐ എം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14 തന്നെയാണ്. ഓക്കെ അല്ലേ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. അപ്പൊ പി എസ് സിയുടെ ചോദ്യം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. കുഴപ്പമില്ലല്ലോ? സെറ്റാണോ? 1640 മുതൽ 20 വർഷക്കാലം ലോങ് പാർലമെന്റ് നിലനിന്ന രാജ്യം ഏതാ? ഇംഗ്ലണ്ട്, കൊറിയ, ചൈന, വിയറ്റ്നാം. നമ്മളിപ്പോ തന്നെ പറഞ്ഞതാണ് അല്ലെ? ഇംഗ്ലണ്ടിലാണ് ഏകദേശം 20 വർഷക്കാലം 1640 ചാൾസ് ഒന്നാമന്റെ കാലഘട്ടം മുതൽ 1660 വരെ നിലനിന്നത്. 1660 ചാൾസ് രണ്ടാമൻ അധികാരം ഏറ്റെടുക്കുന്നത് വരേക്കും ലോങ് പാർലമെന്റ് ആയിരുന്നു. ഒലിവർ ക്രോംവെൽ, അതായത് 1640 മുതൽ 1649 വരെ ലോങ് പാർലമെന്റ് മൊത്തം 20 വർഷമാണല്ലോ. 1640 തൊട്ട് 1760 വരെ. ഇതിൽ 40 തൊട്ട് 49 വരെ ഭരണം നടത്തിയത് ചാൾസ് ഒന്നാമനാണ്. ചാൾസ് ഒന്നാമനെ എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിൽ തുടർന്ന് അതിനുശേഷം ആരാണ് ഭരണം നടത്തുക? ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലാണ് ഭരണം നടത്തുക. 40 തൊട്ട് 49 വരെ മാത്രമേ ചാൾസ് ഒന്നാമനുള്ളൂ. അതിനുശേഷം ആരാണ്? ഒലിവർ ക്രോംവെല്ലാണ്. ഇവിടുത്തെ ആൻസർ ഏത് രാജ്യത്താണ് ലോങ് പാർലമെന്റ്? ഇവിടെ ഇംഗ്ലണ്ടിലാണ്. സെറ്റാണേ. അടുത്ത പറയുന്നു, മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മെൻഷെവിക് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ലെനിൻ, ഓപ്ഷൻ ബി ട്രോട്സ്കി, ഓപ്ഷൻ സി കെറൻസ്കി, ഓപ്ഷൻ ഡി നിക്കോളസ്. ആരാണ്? ആൻസറിലേക്ക് പോയാൽ കെറൻസ്കി. മെൻഷെവിക് പാർട്ടി, കെറൻസ്കി
ഇതൊക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ അല്ലെ അപ്പോ മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് കെറൻസ്കി ആയിരുന്നു. കെറൻസ്കിയുടെ നേതൃത്വത്തിലാണ് റഷ്യയിലെ ഫെബ്രുവരി വിപ്ലവം അരങ്ങേറുക. ഫെബ്രുവരി വിപ്ലവം അല്ലെ ഫെബ്രുവരി വിപ്ലവത്തിലൂടെ മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയിരുന്ന കെറൻസ്കി നമ്മുടെ സർ ചക്രവർത്തിമാരെ സ്ഥാനഭ്രഷ്ടാക്കിക്കൊണ്ട് അധികാരം നേടിയെടുക്കുന്നു. പക്ഷെ കെറൻസ്കി ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയപ്പോൾ ഒക്ടോബർ വിപ്ലവത്തിലൂടെ ട്രോട്സ്കി രൂപീകരിച്ച ചുവപ്പ് സേനയുടെ സഹായത്താൽ ലെനിൻ അധികാരം ഏറ്റെടുക്കുന്നു അല്ലെ. അതാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുക? യെസ്, ഒക്ടോബർ വിപ്ലവം. അപ്പൊ ഫെബ്രുവരി വിപ്ലവത്തിന്റെ നേതാവാണ് കെറൻസ്കി എന്ന് പറയുക. ശരിയാണ്. കെറൻസ്കി ഫെബ്രുവരി വിപ്ലവത്തിലൂടെ അധികാരം നേടി. എന്നാൽ ഒക്ടോബർ വിപ്ലവം നടന്നപ്പോൾ കെറൻസ്കിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു. അദ്ദേഹം എങ്ങോട്ട് പലായനം ചെയ്തു? അമേരിക്കയിലേക്ക് പലായനം ചെയ്തു. ഒക്ടോബർ വിപ്ലവത്തിന്റെ നേതാവെന്ന് പറയുന്നത് ആരായിരുന്നു? ലെനിനുമായിരുന്നു. ശരിയാണേ? സംശയമില്ലല്ലോ. യെസ്, ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്, വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ, യെസ്. ചുവപ്പ് സേനയ്ക്ക് രൂപം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ട്രോട്സ്കി എന്ന് പറയും. അതിന്റെ നേതൃത്വം വഹിച്ചത് ലെനിനാണ്. ചുവപ്പ് സേനയ്ക്ക് രൂപം നൽകിയത് ട്രോട്സ്കിയാണ്. അങ്ങനെ ഈ ചുവപ്പ് സേനയ്ക്കെതിരെ പ്രഭുക്കളുടെ ഫ്യൂഡലിസത്തിന്റെ പ്രഭുക്കന്മാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സേനയായിരുന്നു വെള്ളപ്പട അഥവാ വൈറ്റ് ഗാർഡ്സ് എന്നറിയപ്പെടുക. ഓക്കെ, അപ്പൊ ട്രോട്സ്കി രൂപീകരിച്ചതാണെന്ത്? ചുവപ്പ് സേന അല്ലെ. ചുവപ്പ് സേന രൂപീകരിച്ചത് ട്രോട്സ്കി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ട്രോട്സ്കിയെയും ലെനിനെയൊക്കെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രഭുക്കന്മാര് രൂപീകരിച്ച സേന എന്ത് പേരിൽ അറിയപ്പെടും? വൈറ്റ് ഗാർഡ്സ്, വെള്ളപ്പട എന്ന പേരിൽ അറിയപ്പെടും. വെള്ളപ്പട, വൈറ്റ് ഗാർഡ്സ് എന്നാണ് അറിയപ്പെടുക. മറക്കില്ലല്ലോ. യെസ്, ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്, വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കെറൻസ്കി ആണ്. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെനിനുമാണ്. ബോൾഷെവിക്കുകളുടെ സായുധ സേന എന്ന് പറയുന്നത് എന്താണ്? ചുവപ്പ് സേനയാണ്. ആ ചുവപ്പ് സേന സ്ഥാപിച്ചത് ട്രോട്സ്കി ആണെങ്കിലും ചുവപ്പ് സേനയുടെ നേതൃത്വത്തിൽ റഷ്യയിൽ വിപ്ലവം നടത്തിയതാരാണ്? ലെനിനാണ്. ചുവപ്പ് സേനയെ എതിർക്കുക അല്ലെങ്കിൽ ലെനിനെയും ട്രോട്സ്കിയെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രഭുക്കന്മാർ ആരംഭിച്ച സേനയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? വൈറ്റ് ഗാർഡ്സ് അഥവാ വെള്ളപ്പട എന്ന പേരിൽ അറിയപ്പെടുക. സെറ്റാണേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബ്ലഡി സൺഡേ, ഡ്യൂമ, ബാസ്റ്റൽ ജയിലിന്റെ പതനം, യുദ്ധകാല കമ്മ്യൂണിസം. എന്താണ് ബ്ലഡി സൺഡേ? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെടുക. റഷ്യൻ വിപ്ലവത്തിന് രൂപം കൊള്ളുന്നതിന്റെ തീപ്പൊരി എന്നൊക്കെ കണക്കാക്കുന്നത് ബ്ലഡി സൺഡേ തന്നെയാണ്. ബ്ലഡി സൺഡേ എന്ന ദാരുണ സംഭവം നടന്നത് എന്താണ്? 1905 അല്ലെ. അപ്പൊ ബ്ലഡി സൺഡേ റഷ്യൻ വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് വർഷമാണ് നടക്കുക? 1905. ഡ്യൂമ എന്ന് പറയുന്നത് എന്താണ്? റഷ്യയിലെ ഒരു തദ്ദേശീയ ഭരണസമിതി ആണ് എന്ത് പേരിൽ അറിയപ്പെടുക? ഡ്യൂമ എന്നറിയപ്പെടുക. ഈ ഡ്യൂമ രൂപീകരിക്കുന്നതും രക്തരൂഷിതമായ ഞായർ എന്ന നടക്കുന്ന വർഷം 1905 തന്നെയാണ്. അപ്പോൾ രക്തരൂഷിത ഞായർ നടക്കുന്ന 1905. എന്താണ് ഡ്യൂമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, റഷ്യയുടെ പ്രാദേശിക ഭരണ സംവിധാനം അഥവാ റഷ്യയുടെ USSRന്റെ നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് സോവിയറ്റ് എന്നറിയപ്പെടുക. ആ സോവിയറ്റുകളുടെ ആവശ്യപ്രകാരം രൂപീകരിച്ച നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ എന്ന പേരിൽ അറിയപ്പെടുക. നിയമനിർമ്മാണ സഭ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് റഷ്യയുടെ പാർലമെന്റ് ആണ് ഡ്യൂമ എന്നറിയപ്പെടുക. തദ്ദേശീയ നിയമനിർമ്മാണ സംവിധാനമാണ് ഡ്യൂമ എന്ന് പറയുക. ഓക്കെ, പിന്നെ ബാസ്റ്റൽ ജയിൽ തകർക്കപ്പെട്ടത്. ബാസ്റ്റൽ ജയിൽ എന്ന് പറയുമ്പോൾ സോഫയുടെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. യുദ്ധകാല കമ്മ്യൂണിസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവമായിട്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബന്ധമില്ലാത്തതാണ്. ചോദ്യം ബന്ധമില്ലാത്ത ബാസ്റ്റൽ ജയിലിന്റെ പതനമാണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സിന്റെ വർഷം ഞാൻ നിങ്ങളോട് പറയാം. ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് 1628 ഒപ്പുവെച്ചതാണ്. 1628 ഒപ്പുവെച്ചതാണ്. അതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: രാജാവിന്റെ ഏകാധിപത്യ ഭരണം എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുന്നു.
അധികാരം പാർലമെന്റിന് വിട്ടു നൽകുന്നതായിരുന്നു 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. രാജാവിന്റെ സ്വന്തം തീരുമാനങ്ങൾക്ക് പ്രാധാന്യമില്ല. ആദ്യം രാജാവ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നിയമം ആവത്തുള്ളൂ. ആ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജാവ് എന്ന് പറയുന്നത് ആരാണ്? യെസ്, ചാൾസ് ഒന്നാമനാണ്. ചാൾസ് ഒന്നാമൻ ആദ്യം ഒപ്പുവെക്കാൻ തയ്യാറായില്ല. പക്ഷേ ആംഗ്ലിക്കൻ സഭയുടെ നിരന്തര ആവശ്യത്തിലോടുകൂടി ചാൾസ് ഒന്നാമൻ ഇതിൽ ഒപ്പുവെച്ചു. തുടർന്ന് 1629 പാർലമെന്റിന് കൂടുതൽ അധികാരം കിട്ടിയല്ലോ, അവരത് വിനിയോഗിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1629 അദ്ദേഹം എന്ത് ചെയ്തു? പാർലമെന്റിനെ പിരിച്ചുവിടുകയും ചെയ്തു. അപ്പൊ സഭയുടെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇമ്പോർട്ടന്റ് ആണ്. 1628 ചാൾസ് ഒന്നാമനാണ് ഒപ്പുവെക്കുന്നത്. മറക്കില്ലല്ലോ, മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. യെസ്, 1628 ഒപ്പുവെക്കുന്നു. അത് പ്രകാരം ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്യുന്നു? 1629 പിരിച്ചുവിടുകയും ചെയ്തു. അത് ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ഇനി അടുത്ത് പറയുന്നു, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ഇത് ആരുടെ വാക്കുകൾ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഒന്നാം സ്റ്റേറ്റ്മെന്റ് ഹിറ്റ്ലർ, 2 മുസോളിനി, 3 സ്റ്റാലിൻ, 4 മാവോസെ. എന്താണ് ആൻസർ? സിമ്പിൾ ആണല്ലേ? യെസ്, ആരുടെ വാക്കുകളാണ്? മുസോളിനിയുടെ വാക്കുകൾ. മുസോളിനി എന്ന് പറയുന്ന വ്യക്തി എവിടുത്തെ ഭരണാധികാരിയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. എവിടുത്തെ ഭരണാധികാരിയാണ്? യെസ്, രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ഇറ്റലിയെ നയിച്ച ഭരണാധികാരിയാണ് ആരാ? മുസോളിനി എന്ന് പറയുക. ആണോ? അല്ലേ? മുസോളിനി ഇറ്റലിയൻ ഭരണാധികാരി അല്ലേ? ആണോടാ? യെസ്. അപ്പോ ഇറ്റലിയില് ഫാസിസം എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് മുസോളിനി ആയിരുന്നു. ഇറ്റലിയിൽ ഫാസിസത്തിന് തുടക്കം കുറിച്ചത് മുസോളിനിയാണ്. അദ്ദേഹത്തിന്റെ ജനങ്ങളെ വംശീയ പാരമ്പര്യമാണ് യഥാർത്ഥത്തില് ജനങ്ങളെ രാഷ്ട്രത്തിന്റെ കീഴിൽ അണിനിരക്കുവാൻ, മറ്റു രാഷ്ട്രങ്ങളല്ല ലോകം നിയന്ത്രിക്കേണ്ടത്, തങ്ങളാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. വംശീയമായ ഒരു ആശയപ്രചരണം. ഈ വംശീയ ആശയപ്രചരണത്തിന്റെ ഫലമായിട്ട് സാമുദായിക വംശീയ ഏകീകരണത്തിന് ശ്രമിച്ചു. തങ്ങളാണ് ഉന്നതർ എന്ന കാഴ്ചപ്പാട്, മറ്റുള്ള രാഷ്ട്രങ്ങളൊന്നും തങ്ങളെ പോലെ മെച്ചപ്പെട്ടവരല്ല എന്ന കാഴ്ചപ്പാട്. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ഡയലോഗായിരുന്നു, പുരുഷൻ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. അല്ലെ? ഏറ്റവും പ്രശസ്തമായൊരു ഡയലോഗാണ് ഇദ്ദേഹത്തിന്റെ, അല്ലെ? അപ്പൊ മറക്കരുത്, ഇദ്ദേഹത്തിന്റെ അനുയായികള്, മുസോളിനിയുടെ അനുയായികള് ഇദ്ദേഹത്തെ എന്തെന്നാണ് വിശേഷിപ്പിച്ചത്? അത് PS ഒരുപാട് തവണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എന്തെന്നാണ് വിശേഷിപ്പിക്കുക? യെസ്, ഇദ്ദേഹത്തെ ഡ്യൂച്ചെ എന്നാണ് വിളിച്ചത്. എന്താ വിളിച്ചേ? ഡ്യൂച്ചെ. ഇദ്ദേഹത്തിന്റെ അണികൾ ഇദ്ദേഹത്തെ ഡ്യൂച്ചെ എന്ന് വിളിച്ചിരുന്നു. മുസോളിനി രൂപീകരിച്ച സൈന്യം കരിങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ്, കരിങ്കുപ്പായക്കാർ. ഇദ്ദേഹം രൂപീകരിച്ച സായുധ സംഘം എന്ത് പേരിൽ അറിയപ്പെട്ടു? ഫാസസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ഫാസസിന്റെ നേതൃത്വത്തിലാണ് ഫാസിസം എന്ന ആശയത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും വിചാരണ ചെയ്തിരുന്നത്, അവരെ ആക്രമിച്ച് അടിച്ചമർത്തിയിരുന്നത്, കൊലപാതകം ചെയ്തിരുന്നത്. അപ്പോൾ മുസോളിനിയെ അദ്ദേഹത്തിന്റെ അനുയായികൾ വിളിച്ചത് ഡ്യൂച്ചെ. മുസോളിനി രൂപീകരിച്ച സായുധ സൈന്യം കരിങ്കുപ്പായക്കാർ, സായുധ സംഘം ഫാസസ്. ഫാസസ് എന്ന സായുധ സംഘമാണ് പലരെയും ഫാസിസത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ വിചാരണ ചെയ്തിരുന്നത് എന്ന കാര്യം ഓർമ്മിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം? നമ്മൾ ഒരിക്കൽ കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ? വില്യം തേർഡും മേരി സെക്കൻഡും തന്നെയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും? 1689 എന്ന് പറയും. ഓക്കെ, പാർലമെന്റിന് കൂടുതൽ അധികാരം കിട്ടുന്നു. ഫ്യൂഡലിസം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി, ഫ്യൂഡലിസം അവസാനിക്കാൻ കാരണമായ നിയമം എന്നൊക്കെ കണക്കാക്കുന്നത് ഈ ബിൽ ഓഫ് റൈറ്റ്സ് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, റെവല്യൂഷണറി കാറ്റക്കിസം എഴുതിയത് ആരാണ്? റെവല്യൂഷണറി കാറ്റക്കിസം. ഓപ്ഷൻ എ ലെനിൻ, ഓപ്ഷൻ ബി ബാക്കുനിൻ, ഓപ്ഷൻ സി സെർഗി നെച്ചേവ്, ഓപ്ഷൻ ഡി സ്റ്റാലിൻ. ആരാണ് എഴുതിയത്? സെർഗി നെച്ചേവ് ആണ്. റെവല്യൂഷണറി കാറ്റക്കിസം എന്ന പുസ്തകം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ സെർഗി നെച്ചേവ് ആണ്. അടുത്ത നമുക്ക് നോക്കാം. യെസ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങളേവ?
കുമിന്താങ് പാർട്ടി, ബോൾഷെവിക് പാർട്ടി, ഫലാങ് പാർട്ടി, മെൻഷെവിക് പാർട്ടി. ഇതിലേതൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ? ഏതൊക്കെയാണ്? 1 3. കുമിന്താങ് പാർട്ടി, ഫലാങ് പാർട്ടി ഇത് രണ്ടും റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ കുമിന്താങ് പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, 1911 ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് എന്താ കുമിന്താങ് പാർട്ടി എന്ന് പറയുക. കുമിന്താങ് പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് കണക്കാക്കുന്നത് ആരെയാണ്? ഞാൻ പറഞ്ഞു 1911 വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ്? സൺയാറ്റ്സൻ ആണ് അല്ലെ? സൺയാറ്റ്സൻ ആണ്. സൺയാറ്റ്സന്റെ നേതൃത്വത്തിലാണ് 1911 വിപ്ലവം നടക്കുക. സൺയാറ്റ്സൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി എന്നറിയപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കുമിന്താങ് പാർട്ടിയുടെ പേരെന്താണ്? ജനങ്ങൾ കുമിന്താങ് പാർട്ടി എന്ന് വിളിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ പേരെന്താണ്? നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നായിരുന്നു. എന്താണ്? നാഷണൽ പീപ്പിൾസ് പാർട്ടി. നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഈ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാഞ്ചു രാജവംശത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു മുൻപ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരവുണ്ട്. അതിനു മുൻപ് ഒരു സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയായിരുന്നു ഈ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്നത്. സാമൂഹ്യ സേവന രംഗത്ത് അത് പ്രവർത്തിച്ചിരുന്നപ്പോൾ ആ സംഘടന അറിയപ്പെട്ടിരുന്നത് ചൈന പുനരുജ്ജീവന സംഘം എന്നായിരുന്നു. സാമൂഹിക പരിഷ്കരണ സംഘടനയായ ചൈന പുനരുജ്ജീവന സംഘടന ആണ് പിന്നീട് എന്തായിട്ട് മാറുക? നാഷണൽ പീപ്പിൾസ് പാർട്ടിയായിട്ട് മാറുക. ഈ നാഷണൽ പീപ്പിൾസ് പാർട്ടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്താ? കുമിന്താങ് പാർട്ടി. ഈ കുമിന്താങ് പാർട്ടിയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ തലവനായി കണക്കാക്കുന്നത് ആരാണ്? സൺയാറ്റ്സൻ ആണ്. അദ്ദേഹമാണ് 1911 ചൈനീസ് വിപ്ലവത്തിന് തുടക്കം കുറിക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ, അതായത് ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് അഥവാ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതാണ്? ഓപ്ഷൻ എ ജോർജിയ, ഓപ്ഷൻ ബി ഫിലാഡൽഫിയ, ഓപ്ഷൻ സി വെർജീനിയ, ഓപ്ഷൻ ഡി പെൻസിൽവേനിയ. എന്താണ് ആൻസർ? നമുക്കറിയാം അല്ലെ? യെസ്, ജോർജിയ ആണ് ആൻസർ. മൊത്തം എത്ര കോളനികളുണ്ട്? യെസ്, 13 കോളനികളുണ്ട്. ആ 13 കോളനികളിൽ ജോർജിയ ഒഴികെ ബാക്കി എല്ലാവരും ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയ എന്ന സ്ഥലത്തായതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് വിളിക്കാറുണ്ട്. ശരിയല്ലേ? അപ്പോ ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരമുണ്ട് 1774. ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് വിളിച്ചുകൂട്ടുവാനുള്ള പ്രധാന കാരണം എന്താന്ന് ചോദിച്ചാൽ 1773 എന്തായിരുന്നു? റെഡ് ഇന്ത്യക്കാരുടെ വേഷത്തിൽ എത്തിച്ചേർന്ന അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാര് എന്ത് ചെയ്തു? യെസ്, തേയിലപ്പെട്ടികൾ വലിച്ചെറിഞ്ഞു. ആ സംഭവം അല്ലെ? ബോസ്റ്റൺ ടീ പാർട്ടി. ഈ ബോസ്റ്റൺ ടീ പാർട്ടി ആയപ്പോഴേക്കും സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? അമേരിക്കയിലെ കുടിയേറ്റക്കാരായ തീർത്ഥാടക പിതാക്കന്മാരെ അടിച്ചമർത്തുന്ന നയം ഇംഗ്ലണ്ട് സ്വീകരിച്ചു. അപ്പോൾ അതിന് ഞങ്ങൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയതല്ല, ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? തീർത്ഥാടക പിതാക്കന്മാർ സമ്മേളനം വിളിച്ചുകൂട്ടി. അതാണ് ഫിലാഡൽഫിയ കോൺഗ്രസ്. പക്ഷെ PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഫിലാഡൽഫിയ കോൺഗ്രസ് വിളിച്ചു ചേർക്കുവാൻ എന്തായിരുന്നു കാരണം? അഥവാ ഫിലാഡൽഫിയ കോൺഗ്രസ് വിളിച്ചു ചേർക്കാൻ കാരണമായ ബ്രിട്ടൻ നടപ്പിലാക്കിയ നിയമം ഏത് എന്നായിരുന്നു ചോദ്യം. 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആണേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കൻ ജനത എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ഇംഗ്ലീഷ് ജനത ഇംഗ്ലണ്ടിനെ എതിർക്കാൻ ആരംഭിച്ചു എന്നൊരു തോന്നലുണ്ടായപ്പോൾ 1774 ബ്രിട്ടീഷ് പാർലമെന്റ് അമേരിക്കയിലെ ബ്രിട്ടീഷ് വംശജർ പാലിക്കുന്നതിന് വേണ്ടി ഒരു നിയമം പാസാക്കി. അതാണ് ദ ഇൻടോറബിൾ ആക്ട് എന്ന പേരിൽ അറിയപ്പെടുക. ദി ഇൻടോറബിൾ ആക്ട്. ഈ ഇൻടോറബിൾ ആക്ടിനെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ ഈ നിയമം നടപ്പിലാക്കുന്നത് തടയുക, അല്ലെങ്കിൽ താൽക്കാലികമായി മരവിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1774 വിളിച്ചുകൂട്ടിയത്.
ജോർജ് ഒഴികെയുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തതിന് ശേഷം ഇവരെന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് മൂന്നാമന് ഒരു നിവേദനം സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് മൂന്നാമന് ഒരു നിവേദനം സമർപ്പിക്കാൻ തീരുമാനിച്ചു. നിവേദനത്തിൽ പറഞ്ഞിങ്ങനെയായിരുന്നു: വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ദയവായി ഒഴിവാക്കുക. അമേരിക്കൻ ജനതയുടെ അംഗീകാരമില്ലാതെ ഇനിയും അമേരിക്കൻ ജനതയുടെ മേൽ, അതായത് അമേരിക്കയിലെ ബ്രിട്ടീഷ് വംശജരുടെ മേൽ എന്ത് ചെയ്യരുത്? നികുതി ചുമത്തരുത്. ഇതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഓക്കെ, ദ ഇൻടോളറബിൾ ആക്ട് 1774 എതിർക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1774, കൃത്യമായി പറഞ്ഞാൽ അധ്യാപക ദിനമായ സെപ്റ്റംബർ 5-ാം തീയതി, പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ, 1774 സെപ്റ്റംബർ 5-ാം തീയതി വിളിച്ചു ചേർക്കുന്നത്. മറക്കില്ലാലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത കോളനി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ജോർജിയാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത് പറയുന്നു, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റൈൻ ഓഫ് ടെയർ. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഏതൊക്കെയാണ് ശരി? ശരിയായത് 1ഉം 3ഉം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് റൈൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. ശരിയാണ്. ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതല്ല, കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ശരിയല്ലേ? കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ദേശീയ വിപ്ലവം, അതായത് ജനകീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് 1911 അപ്പൊ ഇവിടെ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. തെറ്റായത് 2 2ഉം 4ഉമാണ് ഇവിടെ തെറ്റെന്ന് പറയുക. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഇതാണ്: ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688. അത് ശരിയാണ് അല്ലേടാ? ശരിയാണ്. നെപ്പോളിയന്റെ പതനത്തിന് ഇടയാക്കിയ വാട്ടർ യുദ്ധം നടന്നത് 1818 അല്ല, അത് 1815. 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. ശരിയാണോ? റഷ്യൻ വിപ്ലവം നടന്നത് 1917 അല്ലെ? അപ്പൊ ഇവിടെ തെറ്റായത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള ആൻസർ. 492 തന്നെയാണ് കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേരുന്നത് അല്ലെ? ആണോ? ഗുഡ്. അടുത്ത, താഴെ പറയുന്നവയിൽ ഏതാണ് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്? സാർസുകളുടെ, അതായത് സാർ ചക്രവർത്തിമാർ ഉദ്ദേശിക്കുന്നത് കേട്ടോ, സാർസുകളുടെ ഏകാധിപത്യ ഭരണം, ബോസ്റ്റൺ ടീ പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം, സ്റ്റാമ്പ് ആക്ട്. താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എന്താണ് ആൻസർ? 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദ്യം. സ്വാഭാവികം സാർസുകളുടെ ഏകാധിപത്യ ഭരണം ശരിയാണ്. ആണോ? ബോസ്റ്റൺ ടീ പാർട്ടി തെറ്റാണ്. തെറ്റല്ലേ? തെറ്റാണ്. സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം ശരിയാണ്. സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതല്ലേ? അല്ലെ? സ്റ്റാമ്പ് ആക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗവൺമെന്റ് അമേരിക്കയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച കുറേ നിയമങ്ങളുണ്ട്. ആണോ? ആ നിയമങ്ങളിൽ ഒന്നാണ് എന്ത്? സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുക. ശരിയല്ലേ? ഈ നിയമങ്ങളെല്ലാം ഒരുമിച്ചാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്നറിയപ്പെടുക അല്ലെ? മെർക്കന്റലിസ്റ്റ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമമാണോ? അല്ല, കുറേ നിയമങ്ങൾ ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഇംഗ്ലണ്ട് അമേരിക്കയിലെ കുടിയേറ്റക്കാരായ ബ്രിട്ടീഷ് ജനതയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച വാണിജ്യ നയങ്ങൾ അല്ലെ? ഉദാഹരണമായി പറഞ്ഞാൽ നാവിക നിയമം 1651, ഷുഗർ ആക്ട് 1764, സ്റ്റാമ്പ് ആക്ട് 1765. ആ സ്റ്റാമ്പ് ആക്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 1765. മനസ്സിലായോ? ഓക്കെ. പിന്നെ കറൻസി ആക്ട് 1764, ടീ ആക്ട് 1773. ആ ടീ ആക്ടിനെതിരെയായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുക അല്ലെ? പിന്നെ ഈ ബോസ്റ്റൺ ടീ പാർട്ടി നടന്നപ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ദി ഇൻടോളറബിൾ ആക്ട് 1774. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് വിളിക്കുക.
അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാമ്പ് ആക്ട്, മെർക്കന്റിൽസ് നിയമത്തിന്റെ ഉള്ളിലുള്ളത്. അപ്പോൾ 4 എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ബോസ്റ്റൺ ടീ പാർട്ടിയും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. സാർസുകളുടെ ഏകാധിപത്യ ഭരണവും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണവുമാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 1, 3 ശരി എന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഘടന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഫ്രഞ്ച് വിപ്ലവം എന്നാ നടക്കുക? പറഞ്ഞു നോക്കി. 1789. ഇംഗ്ലണ്ടിലെ മൊത്ത വിപ്ലവം 1688. റഷ്യൻ വിപ്ലവം 1917. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നാണ് 1781 സ്വാതന്ത്ര്യ സമരം വിജയിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയത് 83 അല്ലെ? സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിച്ച 81. അമേരിക്ക സ്വാതന്ത്ര്യം കിട്ടിയത് 1783. അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങിത്തിരിച്ചത് 1776 സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. എങ്കിലും നമുക്ക് ആ ഒരു വർഷത്തിന്റെ ഇടയിൽ വേറെ വർഷമില്ലാതെ നമുക്ക് ഏകദേശം അത് ഉറപ്പിക്കാം അല്ലെ? അപ്പൊ ഏറ്റവും ആദ്യം നടന്നത് 2 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെ? അപ്പോ ബിയും സിയും 2ലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോ 1776, 81, 83. ഓക്കെ, 4 വരിക. 2, 4. അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് വിപ്ലവം, അത് കഴിഞ്ഞിട്ട് യെസ് റഷ്യൻ വിപ്ലവം. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേര്. ഓപ്ഷൻ എ ബ്ലാക്ക് സൺഡേ, ഓപ്ഷൻ ബി ബ്ലഡി സൺഡേ, ഓപ്ഷൻ സി റിബല്യൻസ് ഫ്രൈഡേ, ഓപ്ഷൻ ഡി ബ്ലാക്ക് ഫ്രൈഡേ. സിമ്പിൾ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ? ബ്ലഡി സൺഡേ, രക്തരൂഷിതമായ ഞായർ. രക്തരൂഷിതമായ ഞായർ എന്നറിയപ്പെടുന്നത് എന്താണ്? 1905 റഷ്യയിലെ പെട്രോഗ്രാഡിൽ നടന്ന അതിദാരുണമായ സംഭവം അല്ലെ? മറക്കില്ലല്ലോ. യെസ്, ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വൈദികന്റെ പേര് ചോദിക്കാറുണ്ട്. ആരാണ്? ജോൺ ഗാപ്പൻ. പേര് ഓർമ്മിക്കണേ, ആരാണ്? ഈ ജാഥയ്ക്ക് നയിച്ചില്ലേ, ഈ മാർച്ച് നടത്തിയില്ലേ, ഈ മാർച്ചിന് നേതൃത്വം നൽകിയത് ജോൺ ഗാപ്പൻ എന്ന വൈദികനായിരുന്നു. ജോൺ ഗാപ്പൻ എന്ന വൈദികന്റെ നേതൃത്വത്തിലായിരുന്നു പെട്രോഗ്രാഡില് ജനങ്ങൾ പ്രകടനം നടത്തിയത്. എന്തിനു വേണ്ടിയിട്ടാ? രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തി ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? ജപ്പാനോട് പരാജയപ്പെട്ട റഷ്യയില് അതിദാരുണമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടായി. അതിനെതിരെ പ്രതികരിച്ച ജനതയെ റഷ്യൻ ഗവൺമെന്റ് സാർ ചക്രവർത്തി അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1642 മുതൽ 1651 ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം താഴെ പറയുന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനത്തിൽ നിന്നാണ് ഉടലെടുത്തത്. ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. രാജാവും സഭയും. രാജാവും സഭയും ഒരിക്കലും യുദ്ധം ചെയ്യാൻ ചാൻസ് ഒന്നുമില്ല അല്ലെ? രാജാവും ഫ്യൂഡൽ പ്രഭുക്കന്മാരും അതുമല്ല. രാജാവും പാർലമെന്റും, രാജാവും സൈന്യവും. രാജാവും പാർലമെന്റും എന്നതാണ് ആൻസർ അല്ലെ? സഭയുടെ ഇംഗ്ലണ്ടിലെ രക്തരഹിതം നമ്മൾ കുറെ തവണ ഇവിടെ പറഞ്ഞതാണ്. പാർലമെന്റും രാജാവും തമ്മിലുള്ള അധികാര തർക്കമാണ് വിപ്ലവത്തിലേക്ക് നയിക്കുക. അന്തിമ വിജയം പാർലമെന്റിനായിരുന്നു, അത് യാഥാർത്ഥ്യം. ഫ്രാൻസിൽ ഉണ്ടായിരുന്ന 3ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ആരൊക്കെ? ബാങ്കർമാര്, പ്രഭുക്കന്മാര്, എഴുത്തുകാര്, അഭിഭാഷകർ. സാധാരണക്കാരായ ജോലി ചെയ്യുന്നവരാണ് തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുക അല്ലെ? പുരോഹിതന്മാർ 1ാം എസ്റ്റേറ്റ് ആണ്. 2ാം എസ്റ്റേറ്റിൽ രാജകുടുംബാംഗങ്ങളും പ്രഭുക്കന്മാരും. ബാക്കി ഏത് തൊഴിൽ ചെയ്യുന്നവരും ഏതാണ്? തേർഡ് എസ്റ്റേറ്റ് ആണ്. അപ്പോൾ തേർഡ് എസ്റ്റേറ്റില് പ്രഭുക്കന്മാർ ഒഴികെ ബാക്കി എല്ലാവരും ഉൾപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം അല്ലെ? പ്രഭുക്കന്മാർ ഒഴികെ ബാക്കി എല്ലാവരും ഉൾപ്പെടും. 1, 3, 4 അല്ലെ? ഗുഡ്. റഷ്യയിലെ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമവർഗം ഏത് പേരിലാണ് അറിയപ്പെടുക? കാർബണാരി, ഗസ്റ്റപ്പോ, കുലാക്കുകൾ, കരിങ്കുപ്പായക്കാർ. PS തന്ന ഓപ്ഷനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഓപ്ഷനിൽ ആദ്യം തന്നെ ഗസ്റ്റപ്പോയും കരിമ്പുക്കായക്കാരും നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാനായിട്ട് കഴിയും അല്ലെ? യെസ്. അപ്പോൾ റഷ്യയിലെ കൂട്ടുകൃഷി സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കൃഷി ആരംഭിക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഹിതമായ വിളവ് മാത്രം കൃഷി ചെയ്യുന്നു. വാണിജ്യ അടിസ്ഥാനത്തിലല്ല, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്ന സമ്പ്രദായമാണ് ഈ കൂട്ടുകൃഷി സമ്പ്രദായം. അതിനെ എതിർത്ത ഭൂവുടമകളായിരുന്നു കുലാക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുക. എന്താണ്? കുലാക്കുകൾ. ഒരുപക്ഷെ അറിയില്ലെങ്കിൽ കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. ആരാണ് കുലാക്കുകൾ? PS-യുടെ ചോദ്യമാണ്. ബാസ്റ്റിലിന്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസ്റ്റിൽ ജയിൽ നമ്മൾ ഇന്ന് തന്നെ കുറെ തവണ പറഞ്ഞാണ് അല്ലെ? ബാസ്റ്റിൽ ജയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? ഈ ബാസ്റ്റിൽ ജയിൽ എന്നാണ് തകർക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് തകർക്കപ്പെട്ടത് ബാസ്റ്റിൽ ജയിൽ? പറയാമോ?
1789 ജൂലൈ 14. ആ ജൂലൈ 14 അത്രയും പ്രാധാന്യമുണ്ട് കേട്ടോ. ഈ ബാസ്റ്റിൽ ചെയ്ത അറിയപ്പെടുന്ന ഇവിടുത്തെ ആൻസർ ഫ്രഞ്ച് വിപ്ലവമാണ്. എന്നാണ് തറക്കപ്പെട്ടത്? 1789. വർഷം നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവം 1789 ആണ്. ശരിയാണ്, ഡേറ്റ് നമുക്ക് വേണം. ജൂലൈ 14. എന്താ ഡേറ്റിന് പ്രാധാന്യം? ആ ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ട അതേ ദിവസമാണ് ഫ്രാൻസിന് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് കണക്കാക്കുക. അതുകൊണ്ട് ഇന്നും ഫ്രാൻസിന്റെ ദേശീയ ദിനം അഥവാ സ്വാതന്ത്ര്യ ദിനം എന്ന് കണക്കാക്കുന്നത് ഈ വിപ്ലവം ആരംഭിച്ച ജൂലൈ 14. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചതായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ടതാണ്. ആ ജൂലൈ 14 ഇന്നും ഫ്രാൻസിന്റെ ദേശീയ ദിനം അഥവാ ഫ്രാൻസിന്റെ സ്വാതന്ത്ര്യ ദിനമായി കണക്കാക്കുന്നു. ഓക്കെ, ഈ ബാസ്റ്റിൽ ജയിൽ തകർത്തപ്പോൾ വിപ്ലവകാരികൾ മുഴക്കിയ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയ പ്രചരണം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ടപ്പോഴാണ് വിപ്ലവകാരികൾ ഈ ഒരു ആശയം മുഴക്കുന്നത് അഥവാ മുദ്രാവാക്യം മുഴക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റാണേ? സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാരാണ്? നമ്മൾ പറഞ്ഞു അല്ലെ, തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, റൂസോ ആണ് അല്ലെ. യെസ്, റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയെ നമ്മൾ പഠിച്ചു വെച്ചു അല്ലെ. സോഷ്യൽ കോൺട്രാക്റ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്ന് വിളിക്കാറുണ്ട്. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്ന് വിളിക്കുന്നതും എന്ത് തന്നെ? ആ റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം തന്നെയാണ്. ആണോ? അടുത്ത് പറയുന്നു, ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. കേന്ദ്രീകൃതമായ ഭരണപ്രക്രിയ നടപ്പിലാക്കാനുള്ള രാജാവിന്റെ കഴിവുകേട്, നോബിൾസ് ഓഫ് ദ റോബും നോബിൾസ് ഓഫ് ദ സേവാർഡും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ചെറുകിട കർഷകർ ബാനലിറ്റസ് എന്ന ഫീസ് നൽകേണ്ടതാണ് എന്ന പ്രഖ്യാപനം, ഫിസിയോക്രാറ്റ്സ് മൊണാർക്കിയൽ അബ്സല്യൂട്ടറിസത്തിന് എതിരായിരുന്നു. ഇതിൽ ഏതാണ് ഏറ്റവും അനുയോജ്യമായത്? എല്ലാം ശരിയാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്രീകൃത ഭരണ പ്രക്രിയ നടപ്പിലാക്കാൻ രാജാവിന് സംഭവിച്ച കഴിവുകേട്, പ്രത്യേകിച്ച് ലൂയി 16 കഴിവുകേട്. നോബിൾസ് ഓഫ് ദ റോബും നോബിൾസ് ഓഫ് ദ സെർവാർഡും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ചെറുകിട കർഷകരെ ബാനലിറ്റസ് എന്ന നികുതി നൽകേണ്ടതാണ് എന്ന പ്രഖ്യാപനം, ഫിസിയോക്രാറ്റ്സ് മൊണാർക്കിയൽ അബ്സല്യൂട്ടിസത്തിന് എതിരായിരുന്നു എന്ന കാഴ്ചപ്പാട്. ഓക്കെ അല്ലേ? അപ്പൊ കുറേയധികം നമ്മൾ ചോദ്യങ്ങൾ ചെയ്തു. ഇനിയും കുറേയധികം മുൻവർഷ ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം. കാരണം നമ്മുടെ ലോക ചരിത്രം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വിപ്ലവങ്ങളുടെ ചോദ്യങ്ങളാണെന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്തത്. കൂടാതെ ലോകമഹായുദ്ധങ്ങളുണ്ട്, ഐക്യരാഷ്ട്രസഭയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ എത്തിച്ചേരാം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളും കണക്റ്റഡ് ഫാക്ട്സും കൃത്യമായി നിങ്ങൾ പഠിക്കുക. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും റിവിഷൻ ചെയ്ത് പരീക്ഷയ്ക്ക് കൃത്യമായി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.